2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത്. 17 പേരെ തിരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയക്കാൻ തെലങ്കാന ഒരുങ്ങിക്കഴിഞ്ഞു. തൊട്ടു മുൻപേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രം തന്നെയാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും തെലങ്കാനക്ക്. ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി ഫലപ്രഖ്യാപനത്തോടെയാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത്. സംസ്ഥാന രൂപീകരണം എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി 2001 കൽവകുന്തല ചന്ദ്രശേഖര റാവു എന്ന KCR രൂപീകരിച്ച തെലങ്കാന രാഷ്ട്രസമിതിയുടെ ഭരണചരിത്രവും സംസ്ഥാനത്തോടൊപ്പം ആരംഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ തെലങ്കാന സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഘടകം മാത്രമായിരുന്നു ജനത്തിനെ നയിച്ചത്. കഴിഞ്ഞ 60-ൽ കൂടുതൽ വർഷങ്ങളായി ചൂഷണം ചെയ്യപ്പെട്ട, അതായത് ആന്ധ്രയിലുള്ള റൂറൽസ് ആയിരുന്നു മിക്കവാറും തെലങ്കാനയിൽ, അങ്ങനെയുള്ളൊരു ചൂഷണത്തിൽ നിന്നും അവർക്ക് ആവശ്യമായ വെള്ളം, അവർക്ക് വരേണ്ട വെള്ളം, അവർക്ക് വരേണ്ട സമ്പത്ത്, ഇതൊക്കെ മറ്റു വഴികളിലേക്ക്, മറ്റ് ഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോയപ്പോൾ തീർച്ചയായും പരിപൂർണമായും ഡിസാറ്റിസ്ഫൈഡായ ആ ജനതക്ക് ഒരു വലിയ ഒരു അവതാര പുരുഷന്റെ ഒരു രൂപമായിരുന്നു KCRനും അദ്ദേഹത്തിന്റെ ആൾക്കാർ. 119 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 63 സീറ്റ് നേടിയ TRS പ്രതിപക്ഷ MLA-മാരെ കൂറുമാറ്റി അംഗസംഖ്യ 100 എണ്ണമാക്കി മാറ്റി. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TRS നേടിയത് 17-ൽ 11 സീറ്റുകളാണ്. ഏവരെയും അമ്പരിപ്പിച്ച് കാലാവധി തീരും മുമ്പ് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി 2018-ൽ KCR. ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പോടുകൂടി അപ്രമാദിത്യം അരക്കിട്ടുറപ്പിച്ച KCRന് 5 മാസത്തിനിപ്പുറമുള്ള തിരഞ്ഞെടുപ്പിന് ആശങ്കകളേതുമില്ല. 3-2 ഭൂരിപക്ഷത്തോടെയാണ് TRS വീണ്ടും അധികാരത്തിലെത്തിയത്. KCR എന്ന അപ്രമാദിത്വത്തിന് കൂച്ചുവിലങ്ങ് വീഴണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് TRS ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പൊടുന്നനെയുള്ള തെരഞ്ഞെടുപ്പിൽ എതിരാളികളെയൊക്കെ നിലം പരിശാക്കി അജയ്യനായി KCR 119-ൽ 88 സീറ്റ് നേടി തെലങ്കാന തങ്ങളുടേത് മാത്രമാണെന്ന് ഉറപ്പുവരുത്തി. പ്രത്യേകിച്ച് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ മാത്രമായതിൻ്റെ തുടർച്ചയായി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ഒരു പാർട്ടി മാത്രം അധികാരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രം ആധിക്യമുള്ള ഒരു സംസ്ഥാനമായി യഥാർത്ഥത്തിൽ രൂപപ്പെടുകയായിരുന്നു തെലങ്കാന. ഇവിടുത്തെ പ്രധാന പാർട്ടിയായ തെലങ്കാന രാഷ്ട്രസമിതി TRS അവർ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭൂരിപക്ഷത്തിലാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചത്. പിന്നീട് വിജയത്തിന് ശേഷം വീണ്ടും ഏകദേശം 5-10 അംഗങ്ങൾ മറ്റു പാർട്ടിയിൽ മത്സരിച്ച അംഗങ്ങൾ TRSൽ ചേരുകയും ചെയ്തതുകൊണ്ട് തന്നെ TRS എന്ന് പറയുന്ന പാർട്ടിക്ക് വെല്ലാൻ, ചോദ്യം ചെയ്യാൻ, അവരോട് മത്സരിക്കാൻ അക്ഷരാർത്ഥത്തിൽ വേറെ ഒരു പാർട്ടിയും ഇല്ലാത്ത ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിലനിൽക്കുന്നത്. തെലങ്കാന എന്ന വികാരത്തിനപ്പുറം ജനകീയ പദ്ധതികൾ 4.5 കൊല്ലം കൊണ്ട് നടപ്പാക്കിയത് നിരവധിയാണ്. 4.5 വർഷത്തെ ഭരണത്തിന് ശേഷം ആ പാർട്ടി നടപ്പാക്കിയ അവരുടെ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, ചില പ്രത്യേക റൈത്തു അതായത് കർഷക സപ്പോർട്ട് സ്കീമുകൾ, അത് വലിയ വിജയമായിരുന്നു. വൻ വിജയം കണ്ട ചില പരിഷ്കാരങ്ങളായിരുന്നു, ചില സ്കീമുകളായിരുന്നു തെലങ്കാനയിൽ നടപ്പാക്കിയത്. തെലങ്കാനയിൽ മാത്രമല്ല, അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങൾ, ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളും, ഈവൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പോലും ഏറ്റുവാങ്ങിയ അത്തരം വലിയ അട്രാക്റ്റീവായ, ലൂറിംഗ് ആയ ചില സ്കീമുകളായിരുന്നു ഇദ്ദേഹം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൂർണ്ണമായും TRSൽ തന്നെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് TRSനെ തന്നെ വിജയിപ്പിക്കാനുള്ള ഒരുതരം മാനസിക നിലപാടാണ്, ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനകീയ പദ്ധതികൾ ప్రఖ్యాപിച്ച് సమయబంధితമായി നടപ്പാക്കി KCR భూరిపక్షത്തിന് ప్రియപ്പെട്ടవనాయి. భారతదేశంలో 29 రాష్ట్రాలు ఉంటే రైతాంగానికి 24 గంటల కరెంట్ ఇచ్చే ఒకే ఒక్క రాష్ట్రం తెలంగాణ. ఫ్రీ కరెంట్ ఇచ్చే రాష్ట్రం తెలంగాణ. అంగన్వాడీ అక్క చెల్లెలకు దేశం మొత్తంలో, భారతదేశం మొత్తంలో ఎక్కువ జీతాలు ఇచ్చే నంబర్ 1 రాష్ట్రం తెలంగాణ. పోలీస్ డిపార్ట్మెంట్లో హోమ్ గార్డులుగా పనిచేసేటువంటి మిత్రులకు అతి ఎక్కువ జీతం ఇచ్చే రాష్ట్రం తెలంగాణ.
ఐకేపీ వర్కర్లకు కావచ్చు, ఆశా వర్కర్లకు కావచ్చు, భారతదేశంలోనే అత్యధిక జీతాలు ఇచ్చే రాష్ట్రం తెలంగాణ. రైతు బంధు, నిజమైన రైతులకు బంధువుగా మొన్నటిదాకా ఎకరానికి 4,000, ఇప్పుడు 5,000, సంవత్సరానికి 10,000 చొప్పున ఎకరానికి ఇచ్చే రాష్ట్రం ఇండియాలో ఏదైనా ఉన్నదా? ఒకటే ఒక రాష్ట్రం తెలంగాణ. കോൺഗ്രസ് വിജയിച്ച 19 സീറ്റിൽ 9 പേരും TRSനൊപ്പം പോയി. 3-2 ഭൂരിപക്ഷമുണ്ടായിട്ടും ശുഷ്കമായ പ്രതിപക്ഷത്തെയും കൂടി ഇല്ലാതാക്കി സർവാധിപത്യം അരക്കിട്ടുറപ്പിക്കുകയാണ് KCR. അപ്രമാദിത്വം ഇങ്ങനെ തുടരുമ്പോഴും അസദുദ്ദീൻ ഉവൈസിയെ അവഗണിക്കാൻ TRSന് കഴിയില്ല. ഒരൊറ്റ സീറ്റിൽ, അതും തെലങ്കാനയുടെ ഹൃദയമായ ഹൈദരാബാദിൽ, അസദുദ്ദീൻ ഉവൈസിക്കും ഓൾ ഇന്ത്യ മുത്തഹിദ ഇത്തിഹാദുൽ മുസ്ലിമീനും മറിവാക്കില്ല എന്നതിനാൽ തന്നെ TRS ഇവരെ കൂടെ നിർത്തി. 2 കാരണങ്ങളാണ്. ഒന്ന്, ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട പാർട്ടി MIM പാർട്ടിയാണ്. മാത്രമല്ല ആ MIM പ്രതിനിധീകരിക്കുന്നത് തെലങ്കാനയിലെ മുസ്ലിങ്ങളെയാണ്. തീർച്ചയായും മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാർഡ്, അതായത് ഇവിടെ ജാതി ഒരു വലിയ വിഷയമാണ്. ഈ പാർട്ടികളിൽ തന്നെ ജാതിയുടെ പേരിലാണ് പലപ്പോഴും വോട്ടുകൾ മറിയുന്നതും ഒക്കെ ചെയ്യുന്നത്, വോട്ടുകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായും തെലങ്കാനയിലെ ഒരു നിർണായകമായ വിഭാഗം മുസ്ലിംസ് ആയതുകൊണ്ട് MIM പാർട്ടിയുമായുള്ള സഖ്യം അത് അനിവാര്യമാവുകയാണ്. അങ്ങനെ ആവുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഇവിടെയുള്ള 17 സീറ്റുകളും അവർക്ക് സ്വന്തമായി വരുന്നു എന്ന രീതിയിലാണ്. രാപ്പകലില്ലാതെ മുസ്ലിം ഐക്യം വിളിച്ചു പറഞ്ഞും മോഡി വിരുദ്ധത ബോധിപ്പിച്ചും സ്വന്തം മണ്ഡലം നിലനിർത്തുക മാത്രമല്ല ഒവൈസി ചെയ്യുന്നത്. ഹൈദരാബാദിനോട് ചേർന്ന BJPയുടെ സിറ്റിംഗ് സീറ്റായ സെക്കന്ദരാബാദിലടക്കമുള്ള മുസ്ലിം വോട്ടുകൾ TRSനായി ശേഖരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് KCR ഈ ഒരൊറ്റ സഖ്യത്തിലൂടെ ലക്ഷ്യം വെച്ചതും. दोबारा नरेंद्र मोदी को अपना वजीर आजम बनाना चाहती है और हिंदुस्तान के प्राइम मिनिस्टर है और इंशाअल्लाह ताला 23 मई को जब नतीजा आएगा इन्हों एक्स प्राइम मिनिस्टर हो जाएंगे साबिका। तो जब चिराग बुझता है ना तो बड़ा भड़कता है, तो मोदी भड़क रहे, पड़ा रहे। चिराग बुझने से पहले खूब भड़कता, अब वो तेल पूरा खत्म हो गया, अब वो चिराग जो है आखिरी उस पर आराम भड़क रहा। 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില വെച്ച് നോക്കിയാൽ 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം TRSനുണ്ട്. 2014 വിജയിച്ചത് 11 സീറ്റിലാണെങ്കിലും TDP, കോൺഗ്രസ്, YSR കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നുള്ള ഓരോ MPമാർ കൂറുമാറിയെത്തിയത് ഫലത്തിൽ 14 സീറ്റിനുടമകളാക്കി TRSനെ. ഒരു കാലത്ത് ആന്ധ്ര അടക്കിവാണിരുന്ന കോൺഗ്രസ് ഇപ്പോൾ തെലങ്കാന നിയമസഭയിൽ പ്രതിപക്ഷ നേതൃപദവി പോലും നഷ്ടമാകുന്ന ഗതികേടിലാണ്. പൊരുതാനുള്ള മണ്ഡലങ്ങൾ പോലും ശുഷ്കമാണെന്ന് കോൺഗ്രസിന്. 2014 2 സീറ്റ് നേടിയ കോൺഗ്രസ് ഇത്തവണ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TDPയുമായുണ്ടാക്കിയ സഖ്യം ചെറിയ നഷ്ടമല്ല കോൺഗ്രസിനുണ്ടാക്കിയത്. തങ്ങളെ തകർക്കാനുണ്ടാക്കിയ പാർട്ടിയോട് സഖ്യമുണ്ടാക്കി എന്നത് മാത്രമല്ല, TRS ഉയർത്തിയ തെലുങ്ക് വികാരത്തിൽ ജനതയുടെ ശത്രുവായി മാറിയ TDPയോടൊപ്പമുള്ള കൂട്ട് നഷ്ടങ്ങളുണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് ഇത്തരം സംഗതികൾക്കുണ്ടായിരുന്നു. കോൺഗ്രസ് ചെയ്തൊരു രാഷ്ട്രീയ മണ്ടത്തരം, പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് തന്നെ പറയണം. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ എതിർക്കുവാൻ വേണ്ടി രൂപപ്പെട്ട ഒരു പാർട്ടിയാണ് TDP. അങ്ങനെ ഇത്രയും കാലമായി ആജന്മ ശത്രുക്കളായിരുന്ന 2 പാർട്ടികൾ പെട്ടെന്നൊരു ദിവസം തെലങ്കാന തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നാവുകയും ഒരു മുന്നണിയാവുകയും അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷിക്കാത്തതിലും കഴിഞ്ഞ വിജയം ശരിക്കും TRS നേടാൻ കഴിഞ്ഞത്. ആകെ കിട്ടിയ 19 സീറ്റിൽ 9 പേരും മറുകണ്ഠം ചാടിക്കഴിഞ്ഞു. TRSന്റെ പണക്കൊഴുപ്പ് ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്താനാവുമെന്ന പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന്. കാണേണ്ടത് എന്താ വെച്ചാൽ നേതാക്കന്മാർ മാത്രമാണ്, ചില തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ മാത്രമേ പോയിട്ടുള്ളൂ. അണികൾ, ലക്ഷോപലക്ഷം അണികൾ ഇന്നും പാർട്ടിയുടെ കൂടിയാണ്. ഈ നേതാക്കന്മാർ തന്നെ കാശിൻ്റെയും അഴിമതിയുടെയും സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ്. നൂറുകണക്കിന് കോടി ഉറുപ്പികയാണ് ക്യാഷായിട്ട് മുഖ്യമന്ത്രി MLAമാർ, അതിൻ്റെ പ്രലോഭനത്തിൽ ചില MLAമാർ പെട്ടു എന്നല്ലാതെ സാധാരണ ജനങ്ങൾ ഇന്നും കോൺഗ്രസിൻ്റെ കൂടിയാണ്.
പ്രവർത്തകർ 99% പ്രവർത്തകരും ഇന്നും കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ 1, 2 അല്ലെങ്കിൽ 8, 10 നേതാക്കന്മാർ MLA പോയി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനയെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. AICC അതിന് തന്നെയാണല്ലോ പല മണ്ഡലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാനാക്കൊണ്ടൂർ എന്നൊരു മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ഒരു നേതാവ് കൂറുമാറിയെങ്കിലും ഞാൻ അതിനുശേഷം അവിടെ ചെന്ന് മണ്ഡലം കമ്മിറ്റികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ പണ്ട് ഇദ്ദേഹം നടത്തിയിരുന്ന മീറ്റിങ്ങിൻ്റെ 10 ഇരട്ടി ആളുകളാണ് വന്നിരിക്കുന്നത്. പ്രവർത്തകർ വന്നു എന്ന് മാത്രമല്ല, അവരിങ്ങനെ ദേഷ്യം കൊണ്ട് തുള്ളിച്ചാട്ടുകയാണ്. കാരണം അവരെയൊക്കെ ചതിച്ചു എന്നുള്ളൊരു തോന്നൽ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തകർ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ഒരു പ്രതികാരം വീട്ടാനായിട്ട് ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് കോൺഗ്രസ്സിന് അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിലും വളരെ വെറുപ്പ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഈ ആളുകൾ MLA മാറിയിരിക്കണമെങ്കിൽ താത്വികമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, വെറും കാശിൻ്റെ മുകളിൽ. കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കാത്തതിലും ശക്തമായ പ്രതിഷേധമുണ്ട് കോൺഗ്രസിന്. പുച്ഛ വിലയാണ് നൽകുന്നത്. കൂറുമാറ്റ നിരോധന നിയമം സ്പീക്കർ നടപ്പാക്കുന്നില്ല. രാജ്യത്ത് കൂറുമാറ്റ നിയമം പാർലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേപോലെ കുതിര കച്ചവടം നടക്കാതിരിക്കാനാണ്. ദൗർഭാഗ്യവശാൽ നിയമത്തിൽ പറയുന്നത് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിന് വഴങ്ങി വർഷങ്ങളോളം ഇതിനകത്ത് കൂറുമാറ്റ നിയമം നടപ്പാക്കില്ല. അത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെയായിട്ട് മുൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വീരപ്പ മൊയ്ലി വന്നു. അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടി പോയി ഗവർണറെ കണ്ടു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജ്യം എവിടെ എത്തുന്ന പറയുന്നത്? വെറും തിരഞ്ഞെടുക്കപ്പെടുക, 10, 20 കോടി മേടിച്ചിട്ട് കൂറുമാറുക. അപ്പോൾ ഒരു ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ചില തിരഞ്ഞെടുക്കപ്പെട്ട MLA. അടിസ്ഥാനപരമായി കാശും KCRൻ്റെ അഴിമതിയിലൂടെ നേടിയ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കോടി ഉറുപ്പികയുടെ സ്വാധീനവും നിയമത്തോട് ഉള്ള പൂർണ്ണമായൊരു പുച്ഛത്തോടുള്ള സമീപനം കൊണ്ടാണ് ഇത് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കുകയെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ള പ്രാധാന്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ ഇലക്ഷനിൽ വ്യക്തമായൊരു മുൻകൈയുണ്ട്. കാരണം ഇവിടെ ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും RSS നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി തമ്മിലുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിലൊരു തിരഞ്ഞെടുപ്പാണ്. അതിനകത്ത് പ്രാദേശികമായിട്ട് TRSന് അതിനകത്ത് വ്യക്തമായൊരു റോളില്ല. മാത്രമല്ല TRSും BJPയും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടെന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാം. പ്രത്യേകിച്ച് ഒരു വോട്ട് TRSന് കൊടുത്താൽ അത് BJPക്കുള്ള വോട്ടാണ്. മാത്രമല്ല മതന്യൂനപക്ഷങ്ങളും മറ്റും വളരെയധികം വ്യാകുലരാണ്. അവർക്കറിയാം ഇത് ഒരു രാജ്യത്തിൻ്റെ ഒരു മതേതര നിലനിൽപ്പിന് കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നേ പറ്റൂ. ദേശീയ തലത്തിൽ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്. കാർഷിക മേഖലയിൽ വലിയ അസ്വസ്ഥതയാണ്. ഉദാഹരണത്തിനായിട്ട് മുഖ്യമന്ത്രിയുടെ മകള് മത്സരിക്കുന്ന നിസാമാബാദ് മേഖലയിൽ രാജ്യത്ത് തന്നെ കേട്ടിട്ടില്ല 150, 170 കർഷകർ നോമിനേഷൻ കൊടുത്തിരിക്കുക. അതായത് അത്രയധികം കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ KCR ഗവൺമെൻറ്റും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ ഇത് ശ്രീ രാഹുൽ ഗാന്ധിജി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും RSS മോഡി നയിക്കുന്ന BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കോൺഗ്രസിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ വ്യക്തമായ മുൻതൂക്കമുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ പുറത്തിറക്കിയ പ്രകടന പത്രിക കർഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ ഒക്കെ നോക്കിയാൽ അതിനകത്ത് പ്രധാനമായിട്ട് നൽകിയിരിക്കുന്ന ഊന്നൽ എന്താ വെച്ചാൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, തൊഴിലുറപ്പ് കൊണ്ടുവരിക, 100 ദിവസം എന്നുള്ളത് 150 ദിവസമാക്കുക. അത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുള്ളപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. മൂന്നാമതായൊരു കാര്യം ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, കാർഷിക കടങ്ങളുടെ മുകളിൽ ഇനി ക്രിമിനൽ കേസ് ഉണ്ടാവില്ല. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് കാണുമ്പോൾ വൻ ഒരു പിന്തുണയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധിജി ഇവിടെ വന്നിരുന്നു, പല മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തിയിരുന്നു. അതിൽ യുവാക്കളുടെയും കർഷകരുടെയും വൻ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരുദ്ധമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായൊരു പ്രകടനമായിരിക്കും തെലങ്കാനയിൽ കാഴ്ചവെക്കുക. എന്നാൽ ഇത്തരം വിഷയങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നതും സംശയമാണ്. തെലങ്കാനയുടെ ഒരു പ്രത്യേക പശ്ചാത്തലം വെച്ച് ഇപ്പോഴുള്ള TRSൻ്റെ അവരുടെ പരിസ്ഥിതി നോക്കിയാൽ
ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയമായോ ദേശീയപരമായ ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലാത്ത ജനങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. ഇഷ്യൂ ബേസ്ഡ് ക്യാമ്പയിനിങ് എന്നത് തെലങ്കാനയിൽ ശരിക്കും അത് നടക്കുന്നേയില്ല. ഇവിടെ വ്യക്തിപരമായും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വളരെ ലോക്കലായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് അഴിമതിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇലക്ഷൻ ക്യാമ്പയിനിങ് യഥാർത്ഥത്തിൽ വന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ദേശീയ പാർട്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനുണ്ടാവുന്ന ബെനഫിറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ആരും തയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരുതരം വ്യക്തി ബേസ്ഡ്, അതായത് പേഴ്സണൽ ബേസ്ഡ് പൊളിറ്റിക്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ നേടിയ 2 സീറ്റുകളിലടക്കം 4 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ശേഷി ഇപ്പോഴുമുണ്ടെന്നത് പാർട്ടിക്ക് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ ഈ അടുത്ത് കഴിഞ്ഞ ഒരു MLC തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജീവൻ റെഡ്ഡിക്കുണ്ടായ വിജയം കോൺഗ്രസിനകത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകിയിരിക്കുന്നത്. ഇവർ കാണാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും 2 രീതിയിലാണ് ജനങ്ങൾ നോക്കിക്കാണുക എന്നുള്ള ഒരു ആശയത്തിലാണ് ഇവർ പോകുന്നത്. തീർച്ചയായും ഇത്തവണ 2 കൂടുതൽ ഒരു 4 സീറ്റുകൾ, പ്രത്യേകിച്ച് ഇതിനടുത്ത് തന്നെയുള്ള ഹൈദരാബാദിന് അടുത്തുള്ള ഭുവനഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി വളരെ ശക്തനായ കോൺഗ്രസിൻ്റെ നേതാവാണ്. കോമട്ടടി വെങ്കട്ടടി എന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതുപോലെ നൽഗോണ്ട സീറ്റിൽ മത്സരിക്കുന്നത് ഇവിടുത്തെ തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ഉത്തം കുമാർ റെഡ്ഡിയാണ്. അതുപോലെ ചെവല്ല, ഇങ്ങനെ 3-4 മണ്ഡലങ്ങളിൽ മാത്രം വളരെ ശക്തിയായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ആളുകൾ കാണുന്നതും. തെലങ്കാനയടക്കമുള്ള ആന്ധ്ര അടക്കി വാണിരുന്ന TDP ഇത്തവണ ഒന്നുമല്ലാതായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു വിശേഷം. കഴിഞ്ഞ തവണ 1 സീറ്റിൽ വിജയം നേടിയ പാർട്ടി ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ശേഷിയില്ലാതെ പിൻവാങ്ങി. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് നിശബ്ദരായി TDP. കഴിഞ്ഞ തവണ സെക്കന്ദരാബാദിൽ വിജയിച്ച BJP പ്രചരണം ശക്തമായി നടത്തുന്നുണ്ടെങ്കിലും മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലല്ല. ആര് തന്നെ ഭരിച്ചാലും പ്രതിസന്ധികൾ തീരാത്ത സമൂഹമാണ് കർഷകർ. ഗതികെട്ട നിസാമാബാദിലെ കർഷകർ രാജ്യത്തിന് പുതിയൊരു സമരരീതി പഠിപ്പിക്കുകയാണ്. നിസാമാബാദിലെ മഞ്ഞൾ കർഷകരാണ് തങ്ങളുടെ ദുരിതം ദേശീയ ശ്രദ്ധയാകർഷിക്കാൻ പുതിയൊരു സമരരീതിയുമായി രംഗത്തെത്തിയത്. 179 കർഷകരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സര രംഗത്ത് നിലയുറപ്പിച്ചത്. हल्दी 4000 और एराजोन्ना को 1600 1500 कोई रेट नहीं है बाबा. पूरा गड़बड़ा हो गया, पूरा कुछ ही नहीं है, रेट बढ़ाता नहीं. कोई MLA नहीं आया, कोई मंत्री नहीं आया. खेती लोग को देता नहीं बोला. वो बड़ा बड़ा खेती जमीन ज़्यादा वाला को दिया, थोड़ा वाला को देता नहीं. वो लोग को बहुत पैसा खा रहा है. अभी तक हमारा ज़मीन और पट्टा में दे बनाता नहीं. वो मरवा पटवारी वो इतना बहुत मुश्किल है. पासबुक रखो एक आदमी की 20,000 30,000 दीजा. हम लोग को अभी तक बनाए नहीं बाबा. മഞ്ഞളിന് താങ്ങുവില കൂട്ടുക, നിസാമാബാദ് ആസ്ഥാനമാക്കി മഞ്ഞൾ ബോർഡ് രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പിലായില്ലെന്ന് ഇവർ പറയുന്നു. From last 20 years back, the same rate. Now the same rate. We fight MSP minimum price rate for turmeric and jowar. We want MSP price for turmeric and jowar. We want to issue the national issue this. I am not against one party and TRS or BJP or Congress. We want this issue, the nation issue. The nation want to know this issue. കർഷകരടക്കം 185 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. KCRന്റെ മകൾ കൽവക്കുന്തല കവിത സിറ്റിംഗ് MPയും സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ. നിലവിൽ ഉപയോഗിക്കുന്ന M2 സീരീസിലുള്ള തിരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ നോട്ടയടക്കം പരമാവധി 64 പേരെയാണ് ഉൾക്കൊള്ളിക്കാനാവുക. ബാലറ്റ് പേപ്പർ തയ്യാറാക്കേണ്ടി വരുമെന്ന ചർച്ച നടന്നിരുന്നെങ്കിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ M3 സീരീസിലുള്ള പുതിയ യന്ത്രം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. 384 പേരെ ഈ യന്ത്രത്തിൽ ഉൾക്കൊള്ളിക്കാനാവും. യന്ത്രത്തിലാണെങ്കിലും ബാലറ്റിലായാലും 185 പേരുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുമായുള്ള തിരഞ്ഞെടുപ്പ് എന്ത് ഫലമുണ്ടാക്കുമെന്ന് കണ്ടറിയണം. ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ണുനട്ടാണ് KCRന്റെ പുതിയ ചുവടുവെപ്പുകൾ. തെലങ്കാനയിലെ മുഴുവൻ സീറ്റും നേടി ആന്ധ്രയിൽ നിന്ന് YSRനെയും കൂട്ടി സമ്മർദ്ദ ശക്തിയാവാൻ KCR പദ്ധതിയിടുന്നു.
പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ചാണ് KCRും സംഘവും മുന്നോട്ട് പോകുന്നത്. ഫെഡറൽ മുന്നണി, മൂന്നാം മുന്നണി എന്നിങ്ങനെ ഇടയ്ക്കിടെ വാചകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ആന്ധ്രയിൽ TDPക്ക് ഇരുട്ടടി നൽകി YSR കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് KCR. ഈ തെലങ്കാനയിലുള്ള ഒരു 17 സീറ്റുകൾ, 16ഉം MIMൻ്റെ ഒന്നും 17 സീറ്റുകളും, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു 15-16 സീറ്റ് ജയിച്ച് കയറാൻ കഴിഞ്ഞാൽ KCRൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന നമ്പർ 30 30. അതൊരു വലിയ നമ്പറാണ്. ഇൻ കേസ് കേന്ദ്രത്തിൽ ഇരു മുന്നണികൾക്കും, അത് UP ആവട്ടെ ND ആവട്ടെ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു നമ്പർ എത്താൻ കഴിയാത്ത ഒരു പ്രത്യേക പരിസ്ഥിതി ഉളവാവുകയാണെങ്കിൽ തീർച്ചയായും KCRൻ്റെയും YSR CPയുടെയും 30 വോട്ടുകൾ അവിടെ വളരെ നിർണായകമാവും. തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ പാർട്ടി രൂപീകരിക്കുമെന്നും KCR പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും KCRനെ അരികിലാക്കി മറ്റൊരു പാർട്ടിക്ക് തെലങ്കാനയുടെ മനസ്സ് കീഴടക്കാൻ കുറഞ്ഞ കാലം മതിയാകില്ല. തെലങ്കാന എന്നാൽ TRS എന്നാൽ KCR. തെലുങ്ക് വികാരം അപ്പാടെ ആവാഹിച്ച KCRന് ബദൽ നിലവിൽ KCR മാത്രം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി തെലങ്കാനയ്ക്കും KCRനും എന്തൊക്കെ റോളുകൾ വഹിക്കാനുണ്ടെന്ന് മെയ് 23 അറിയാം.